കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് കൊല്ലം ആയൂരിൽ നിന്ന് ആഭിചാരത്തിന്റെ പേരിൽ ഭാര്യയുടെ മുഖത്ത് ഭർത്താവ് തിളച്ച മീൻകറി ഒഴിച്ച് പൊള്ളിച്ച വാർത്ത നമ്മൾ പുറത്തുവിട്ടതാണ്. അത്തരത്തിലുള്ള അവസാനത്തെ സംഭവമാകട്ടെ അത് എന്ന് ആ വാർത്തയ്ക്ക് അവസാനം പ്രതീക്ഷ പങ്കുവച്ചതുമാണ്. എന്നാൽ മലയാളിയുടെ നവോത്ഥാന മൂല്യങ്ങൾക്ക് കളങ്കമേൽപ്പിച്ച ആഭിചാരത്തിന്റെ മറ്റൊരു വാർത്ത കൂടി വന്നു. കോട്ടയം തിരുവഞ്ചൂരിലാണ് ഭർത്താവും കുടുംബവും ചേർന്ന് ബാധയൊടിപ്പിക്കലിന്റെ പേരിൽ യുവതിയെ ക്രൂരമായി പീഡിപ്പിച്ചത്. കാണാം ബിഗ് സ്റ്റോറി. നവംബർ 2, അതായത് കഴിഞ്ഞ ഞായറാഴ്ച, അന്നാണ് കൊരട്ടിക്കുന്നിലെ ഈ വീട്ടിൽ ആ നാടിനെ നടുക്കിയ ആഭിചാരക്രിയ നടന്നത്. രാവിലെ 11 മണി മുതൽ ആരംഭിച്ച ക്രിയകൾ രാത്രി 9 മണി വരെ നീണ്ടുനിന്നു. ഇതിനിടയിലാണ് ആ ക്രൂരപീഡനം യുവതിക്ക് ഏൽക്കേണ്ടി വന്നത്. എൻ്റെ 8 ബാധയുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ മുടിയിൽ ആണി വെച്ചിട്ട് എന്തോ ചെയ്തു. എന്നിട്ട് മുടിയെല്ലാം മുറിച്ച് കളഞ്ഞു. ഫ്രണ്ടിലൊന്നും മുടിയില്ല, 3/4 മുടി ഫുള്ള് കളഞ്ഞു. ബാധയൊഴിപ്പിക്കാൻ എന്ന പേരിൽ മുറിക്കുള്ളിൽ അടച്ചിട്ടായിരുന്നു കൊടിയ പീഡനം. ആദ്യം ഭസ്മം തീറ്റിച്ചു, പിന്നീട് മദ്യം കുടിപ്പിച്ചു. അതും പോരാഞ്ഞിട്ട് ബീഡി കൊണ്ട് തലയിൽ കുത്തി. പിന്നീടാണ് കാലുകൾ പട്ടുകൊണ്ട് കെട്ടി മർദ്ദിച്ചത്. കുതറിയോടാൻ ശ്രമിച്ച യുവതിയെ പലതവണ ഈ പൂജാരി മർദ്ദിച്ചുവെന്നാണ് പറയുന്നത്. രാവിലെ 11 മണിക്ക് തുടങ്ങിയ പൂജ 10 മണിയായപ്പോഴാണ് തീർന്നത്. രാത്രി 10 മണി. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ അവര് പറഞ്ഞ എൻ്റെ ബീഡി വലിച്ചതിന്റെ പാട് നെറ്റിയെ വന്നത്, തലയെ വന്ന. അത് വേറെ എനിക്ക് ഓർമ്മയില്ലായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ മദ്യം കണ്ട് ചോദിച്ച് അതെനിക്ക് അവര് തന്നായിരുന്നു. തിരുവഞ്ചൂർ സ്വദേശിയായിട്ടുള്ള അഖിലും ഈ പെൺകുട്ടിയുമായി പ്രണയബന്ധത്തിലായിരുന്നു. വീട്ടുകാർ എതിർത്തതിനെ തുടർന്ന് പെൺകുട്ടി അഖിലിനൊപ്പം ഇറങ്ങിപ്പോന്നു. അതിനുശേഷം ഇവർക്കിടയിൽ ചില പ്രശ്നങ്ങളുണ്ടായി. ഇതേ തുടർന്നാണ് ഈ അഖിലിന്റെ അമ്മ ഇത് ബാധ കയറിയതിനെ തുടർന്നാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞത്. അങ്ങനെയാണ് തിരുവല്ല സ്വദേശിയായിട്ടുള്ള മന്ത്രവാദിയെ ഇവർ സമീപിക്കുന്നത്. ആ മന്ത്രവാദിയാണ് ഈ പരിഹാരക്രിയ പറഞ്ഞു നൽകുന്നത്. ഞങ്ങളുടെ ഇടയിൽ ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ. ഞങ്ങളുടെ ഇടയിൽ അങ്ങനെ വഴക്ക് വന്നാലും ചെറുതായിട്ട് പോകത്തുള്ളൂ. അപ്പൊ ഈ പുള്ളി അത് വലുതാക്കി. ഈ കൊച്ചിന്റെ അകത്ത് ബാധ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഒഴിപ്പിക്കാനെന്ന് പറഞ്ഞാണോ ഈ ഒരു കൊണ്ടുവന്നേ? പുള്ളിനെ കൊണ്ടുവന്നേ. എൻ്റെ അകത്ത് ബാധ ഉണ്ട്. അടുത്തിടെ മരിച്ച 2 ബന്ധുക്കളുടെ ബാധ ഈ യുവതിയിൽ പ്രവേശിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു ഈ ക്രൂരകൃത്യം നടന്നത്. അഖിലിന്റെ അച്ഛൻ ദാസും അതുപോലെ തന്നെ അമ്മ സൗമിനിയും ചേർന്നായിരുന്നു ഈ മന്ത്രവാദത്തിന് കളമൊരുക്കിയത്. ക്രൂരപീഡനത്തിന്റെ വിവരം ആദ്യം ഈ പെൺകുട്ടി പുറത്തു പറഞ്ഞിരുന്നില്ല.
എന്നാൽ മാനസികമായി വലിയ ബുദ്ധിമുട്ടുണ്ടായതോടുകൂടിയാണ് തൻ്റെ പിതാവിനെ കുട്ടി വിവരമറിയിക്കുന്നത്. അതിനുശേഷം ഈ പിതാവാണ് മണർകാട് പോലീസ് സ്റ്റേഷനിലെത്തി കാര്യം പറയുന്നത്. പിന്നീട് പോലീസ് എത്തി വിശദമായ മൊഴി രേഖപ്പെടുത്തി. അപ്പോഴാണ് ഞെട്ടിക്കുന്ന ആഭിചാരക്രിയയുടെ വാർത്ത പുറത്തു വരുന്നത്. തിരുവല്ല സ്വദേശിയും മന്ത്രവാദിയുമായിട്ടുള്ള ശിവദാസാണ് ഈ കേസിലെ പ്രധാന പ്രതി. ഇയാൾ 30 വർഷം മുൻപ് ആഭിചാരക്രിയകൾ പഠിച്ചുവെന്നാണ് ലഭിക്കുന്ന വിവരം. അതിനുശേഷം കഴിഞ്ഞ 3 വർഷമായി നാട്ടിൽ പല സ്ഥലങ്ങളിലായി ആഭിചാരക്രിയകൾ ചെയ്തു വരുന്നുമുണ്ടായിരുന്നു. അതിനിടയിലാണ് കൊരട്ടിക്കുന്നിലുള്ള ദാസിന്റെ കുടുംബവുമായി ഇയാൾ ബന്ധം സ്ഥാപിക്കുന്നത്. ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടേക്കും അയാൾ എത്തുന്നത്. സ്ഥിരമായിട്ട് കുടുംബ പ്രശ്നങ്ങളിലൊക്കെ ചെയ്യുന്ന ഒരു മന്ത്രവാദിയെ സമീപിച്ചായിരുന്നു. ആ മന്ത്രവാദിയാണ് ഇങ്ങനെ ഒരു ബാധ കൂടിയിട്ടുണ്ടെന്നും ഈ ബാധ ഒഴിപ്പിച്ച് കളഞ്ഞെങ്കിൽ ഈ കുടുംബം ഇങ്ങനെ വലിയ വിശദമായ അന്വേഷണമാണ് മണർകാട് പോലീസ് ഈ കേസിൽ നടത്തിയത്. നിലവിൽ 3 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതിലൊന്ന് യുവതിയുടെ ഭർത്താവ് അഖിലാണ്, മറ്റൊന്ന് അഖിലിന്റെ അച്ഛൻ ദാസാണ്. കൂടാതെ മന്ത്രവാദം നടത്തിയ ശിവദാസൻ എന്നയാളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇനി 2 പേരെ കൂടി പോലീസ് തിരയുന്നുണ്ട്. അതിലൊന്ന് ഈ മന്ത്രവാദത്തിന് കളമൊരുക്കിയ സൗമിനി എന്ന അമ്മയാണ്. കൂടാതെ അഖിലിന്റെ സഹോദരിയെയും പോലീസ് തിരയുന്നുണ്ട്. ഈ കേസിൽ ഏറ്റവും നിർണായകമായത് ഒരു വീഡിയോ ദൃശ്യമായിരുന്നു. ഈ സംഭവം നടന്നത് കുടുംബാംഗങ്ങളെല്ലാം ദൃക്സാക്ഷികളാക്കിക്കൊണ്ടായിരുന്നു. അഖിലിന്റെ സഹോദരി മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങൾ അങ്ങനെ കേസിൽ നിർണായക വഴിത്തിരിവായി. ആഭിചാരത്തിന്റെ കൊടും ക്രൂരത പുറം ലോകമറിഞ്ഞതും അങ്ങനെയാണ്. സംഭവത്തിന് ശേഷം മാനസികമായി തകർന്ന പെൺകുട്ടി ആശുപത്രിയിൽ ചികിത്സ തേടി. ഇപ്പോൾ വീട്ടിൽ വിശ്രമത്തിലാണ്. ആ നടുക്കത്തിൽ നിന്ന് അവരുടെ വീട്ടുകാരും വിട്ടുമാറിയിട്ടില്ല. ഞെട്ടലിൽ തന്നെയാണ് ഈ നാടുമുള്ളത്. എന്തായാലും കടുത്ത നിലപാടുകളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പോലീസും അറിയിച്ചിട്ടുള്ളത്. ഈ ചന്ദ്രനിൽ വരെ ആൾക്കാർ ജലം ഉണ്ടെന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കാലഘട്ടത്തിലും ആ ഒരു 24 വയസ്സുള്ള ഒരു കൊച്ചു പയ്യനാണ് ഇതിന് സപ്പോർട്ട് ചെയ്യുന്നത് കേൾക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ഏറ്റവും ഭീകരാവസ്ഥകൾ മനസ്സിലാകുന്നത്. കേരളത്തിന് തന്നെ അപമാനമായ കാര്യങ്ങൾ അതെല്ലാം. കോട്ടയം എന്ന് പറയുമ്പോഴും കേരളത്തിനകത്താണ്. അത് അപമാനമായ കാര്യമാണത്. ഇവർക്ക് എല്ലാവർക്കും ശിക്ഷ കൊടുക്കണം. ഇതിൻ്റെ പുറകിൽ ഒരുപാട് പേരുണ്ട്, ഒറ്റയ്ക്കൊന്നും അല്ല. ഇതിനകത്ത് പുറകിൽ ഈ ആഭിചാരം, ദുർമന്ത്രവാദം, പീഡനം, ഒരു പരിഷ്കൃത സമൂഹത്തിന് ഒട്ടും യോജിക്കാത്ത കാര്യങ്ങളാണ് കോട്ടയം തിരുവഞ്ചൂര് നടന്നത്. എല്ലാ കാര്യത്തിലും നമ്മൾ മുൻപന്തിയിലെന്ന് അവകാശപ്പെടുമ്പോഴും പ്രാകൃതമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ നമ്മുടെ നാടിൻ്റെ തന്നെ മാനം കെടുത്തുകയാണ്. ഈ പെണ്ണിൻ്റെ ഈ പ്രവൃത്തി കണ്ടപ്പോൾ ഇവരിൽ ഏതോ ബാധ കൂടിയിട്ടുണ്ടെന്ന് ഇവർക്കൊരു തോന്നലുണ്ടായി. ആ ബാധ കൂടലിൽ എന്നാലും ഇവർക്ക് തോന്നി. ഇപ്പം ഇവർ സ്ഥിരമായിട്ട് കുടുംബ പ്രശ്നങ്ങളിലൊക്കെ ചെയ്യുന്ന ഒരു മന്ത്രവാദിയെ സമീപിച്ചായിരുന്നു. ആ മന്ത്രവാദിയാണ് ഇങ്ങനെ ഒരു ബാധ കൂടിയിട്ടുണ്ടെന്നും ഈ ബാധ ഒഴിപ്പിച്ച് കളഞ്ഞെങ്കിൽ ഈ കുടുംബം ഇങ്ങനെ വലിയ വിഷയത്തിലോട്ട് പോകുമെന്നൊക്കെ പറഞ്ഞാൽ
ആഭിചാരം, ദുർമന്ത്രവാദം, പീഡനം, ഒരു പരിഷ്കൃത സമൂഹത്തിന് ഒട്ടും യോജിക്കാത്ത കാര്യങ്ങളാണ് കോട്ടയം തിരുവഞ്ചൂര് നടന്നത്. എല്ലാ കാര്യത്തിലും നമ്മൾ മുൻപന്തിയിലെന്ന് അവകാശപ്പെടുമ്പോഴും പ്രാകൃതമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ നമ്മുടെ നാടിൻ്റെ തന്നെ മാനം കെടുത്തുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.